ഒരുപാട് സന്തോഷമുണ്ട്. അത്രമാത്രം സന്തോഷം എന്ന് പറഞ്ഞാൽ സാറിനെ പോലുള്ള ഒരു മഹത് വ്യക്തി എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ഇപ്പൊ ഇവിടെ നിൽക്കുന്നു. അതിനേക്കാളൊക്കെ ഉപരി 10 lakhs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. ആ ഒരു എമൗണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പ് അങ്ങനെ അനീഷിന് 10 ലക്ഷം രൂപ കിട്ടിയിരിക്കുകയാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പ് പ്രഖ്യാപിച്ച 10 ലക്ഷം അനീഷ് കൈപ്പറ്റി. പക്ഷെ അനീഷിന് 10 ലക്ഷം കിട്ടിയ സമയത്തുണ്ടല്ലോ, എന്റെ മനസ്സിൽ തോന്നിയ ഡൗട്ടാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത്. അനീഷിന് കിട്ടിയ ഈ 10 ലക്ഷം എന്ന് പറയുന്നത് കോൺഫിഡന്റ് ഗ്രൂപ്പ് നൽകിയ ഔദാര്യമാണോ, ദാനമാണോ, പ്രൈസ് മണിയാണോ? ഈ ഒരു ചോദ്യം എന്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് ഏത് വകുപ്പിലാണ് അനീഷിന് കൊടുത്തത് എന്നൊരു ചോദ്യം. അനീഷ് കോംനർ എന്ന് പറഞ്ഞു നടന്നതിന് അനീഷിന് കൊടുത്തതാണോ നിങ്ങൾ, അതോ നിങ്ങൾ അനീഷിന്റെ അടുത്ത് സഹതാപം തോന്നിയിട്ട് കൊടുത്തതായിരുന്നു? അനീഷിന് പ്രൈസ് മണിയാണ് കൊടുത്തതെന്ന് നിങ്ങൾ പറയരുത്. കാരണം പ്രൈസ് മണിയാണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ സ്റ്റേജിൽ അത് അനൗൺസ് ചെയ്യണമായിരുന്നു എന്നാണ് ഞാൻ പറയാം. അനീഷിന് അപ്പോൾ ഈ 10 ലക്ഷത്തിന് അർഹനല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അർഹനാണ് എന്ന് തന്നെ ഞാൻ പറയും. അതിൽ യാതൊരു സംശയവുമില്ല. ഒരു സെക്കൻഡ് പൊസിഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റണ്ണറപ്പ് ആയ ഒരു വ്യക്തിക്ക് 10 ലക്ഷം കിട്ടിയതിൽ ഒരു പ്രശ്നവുമില്ല. അതിന് തീർച്ചയായും അനീഷ് യോഗ്യൻ തന്നെയാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പ് 5 വരുന്ന മത്സരാർത്ഥികളില്ലേ, ഈ ടോപ്പ് 5 വരുന്ന മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും പ്രൈസ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ നമ്മുടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഇത്തവണയൊക്കെയും കഴിഞ്ഞ തവണയൊക്കെയാണ് ബാക്കിയുള്ള എല്ലാവർക്കും എന്തെങ്കിലും സമ്മാനം കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ സീസണിൽ എല്ലാവർക്കും മൊബൈൽ ഫോൺ കൊടുത്തു. ഈ സീസണിൽ അവർക്കെല്ലാവർക്കും മൈജി എന്തെങ്കിലും ഒരു ഗിഫ്റ്റും കൊടുത്തു. സാധാരണ അതിന്റെ മുമ്പുള്ള സീസണുകളിൽ ഒന്നും തന്നെ ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് ഒരു പ്രൈസും കിട്ടാറില്ല. ഫസ്റ്റ് കിട്ടിയ ആൾക്ക് ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ 50 ലക്ഷം എന്നതിലുപരി ബാക്കിയുള്ളവർക്ക് ഒന്നും തന്നെ ഉണ്ടാവാറില്ല. ഇത്തവണ എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുത്തു എന്ന് പറയാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ ഒരു മനസ്സിലെ ഒരു ഇതാണ് കേട്ടോ ഞാൻ പറയുന്നത്. 5ാം പൊസിഷനിൽ നിൽക്കുന്ന ആൾക്ക് 1 lakh, 4th പൊസിഷനിൽ നിൽക്കുന്ന ആൾക്ക് ഒരു 3 lakh, അതുപോലെ 3rd പൊസിഷനിൽ നിൽക്കുന്ന ആൾക്ക് ഒരു 5 lakh, സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന ആൾക്ക് ഒരു 10 lakh, ഫസ്റ്റ് നിൽക്കുന്ന ആൾക്ക് 50 lakh. ഓക്കെ, അതൊരു പ്രൈസ് മണി ആയിട്ട് അങ്ങനെ അങ്ങ് പ്രഖ്യാപിക്കണം. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരാഴ്ച കഴിഞ്ഞിട്ട്, അതായത് ബിഗ് ബോസ് വിജയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതിന്റെ സ്പോൺസർമാരിൽ ഒരാളായിട്ടുള്ള കോൺഫിഡന്റ് ഗ്രൂപ്പ് പറയണം ഞങ്ങൾ അനീഷിന് ഒരു 10 ലക്ഷം രൂപ നൽകാണ്, അതും ഏഷ്യനെറ്റിനോട് കൂടി ചോദിക്കാതെ അവരറിയാതെ ഞങ്ങളുടെ പേഴ്സണൽ ഇത് വെച്ച് ഞങ്ങൾ അനീഷിന് 10 ലക്ഷം രൂപ നൽകാണെന്ന്. അതൊരിക്കലും പ്രൈസ് മണി അല്ലല്ലോ സാർ എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ കൊടുത്തതിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല, ഒന്നുമില്ല. പക്ഷേ ഇതൊരു പ്രൈസ് മണിയാണ്. അനീഷ് സെക്കൻഡ് വന്നതിന് ഒരു പ്രൈസ് മണിയാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഫസ്റ്റ് റണ്ണറപ്പിന് ഞങ്ങൾ കൊടുക്കുന്ന ഒരു സമ്മാനമാണ് എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അങ്ങനെയായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ആയിരിക്കാം. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പം അത്രയും പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അനീഷിനെ പോലെ ഒരു വ്യക്തിക്ക് ഇത്രയും ഒരു പോപ്പുലാരിറ്റിയിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഒരു 10 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ, അതും നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു പോപ്പുലാരിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇതിനൊക്കെ ഫെയിമിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തതായിട്ട് എനിക്ക് ഇക്കാര്യത്തിൽ തോന്നിയിട്ടുള്ളൂ. ഇതൊരു ഔദാര്യമായോ ദാനമായോ സമ്മാനമായോ എന്നൊക്കെ ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. അത് നിങ്ങൾ ആ സ്റ്റേജിൽ വെച്ച് പ്രഖ്യാപിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ്. ഫസ്റ്റ് റണ്ണറപ്പിന് ഞങ്ങൾ ഇന്നത് കൊടുക്കാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്, അത് ഞങ്ങൾ മറ്റൊരു ദിവസം കൊടുക്കാം എന്നൊക്കെ നിങ്ങൾ പറയായിരുന്നു എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാൻ പറയുന്നു അനീഷിന് 10 ലക്ഷം കിട്ടിയാൽ ഒരു കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്, ഒക്കെയാണ്. പക്ഷേ ഈ ചെയ്തതിനോട് എനിക്കെന്തോ യോജിപ്പ് തോന്നിയില്ല. അതൊരു ഔദാര്യം കൊടുത്ത പോലെയോ ദാനം കൊടുത്ത പോലെയോ ഒക്കെയാണ് എനിക്ക് തോന്നിയത്. അനീഷിന് ഒരു 10 ലക്ഷം, അനീഷ് ഒരു കോമണർ ആയതുകൊണ്ട് ഇത്രയും നാൾ ഇവിടെ നിന്ന് ഫസ്റ്റ് റണ്ണറപ്പ് ആയതുകൊണ്ട് ഞങ്ങളുടെ ഒരു ഫെയിമിന് വേണ്ടി ഞങ്ങൾ ഒരു 10 ലക്ഷം കൊടുക്കുന്നു എന്നുള്ള ലെവലായ പോലെ എനിക്കതിന് തോന്നി. നിങ്ങൾ കൊടുത്തതിനെ വില കുറച്ച് കാണുന്നതല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് അത് ആ സ്റ്റേജിൽ വെച്ച് ഏഷ്യനെറ്റും അവരെല്ലാവരും നിൽക്കുന്ന സമയത്ത് അവിടെ വെച്ച് കൊടുക്കുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. അത് കാണുന്ന പ്രേക്ഷകർക്കാണെങ്കിൽ പോലും, അതായത് ഇപ്പൊ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരുണ്ടാവുമല്ലോ, അവർക്കാണെങ്കിൽ പോലും ആ സമയത്ത് അവിടെ ഫസ്റ്റ് റണ്ണറപ്പിനെ ഞങ്ങൾ ഇത്ര, ഫസ്റ്റ് കിട്ടിയ ആൾക്ക് ഇത്ര എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുന്ന സമയത്ത് അത് ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമാണ്. നമുക്കും ഹാപ്പിയുള്ള കാര്യമാണ്. അനീഷിനെ ഒരിക്കലും അത് അർഹനല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇപ്പൊ കൊടുത്ത ആ രീതിയോട് എനിക്കെന്തോ യോജിപ്പ് തോന്നിയില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇതിന്റെ പേരിൽ ചിലപ്പോൾ എന്റെ കുറേ പേര് വന്ന് എൻ്റെ അടുത്ത് കമന്റിൽ വന്ന് ചിലപ്പോൾ എന്നെ തെറി വിളിക്കാനുള്ള ചാൻസ് ഉണ്ട്.
പിന്നെ എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് അനുമോളാണോ അനീഷാണോ വിജയി എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴും തർക്കമാണ്. അനുമോള് ജയിച്ചു എന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് പേര് ഇപ്പോഴും കമന്റ് ബോക്സിൽ അനീഷാണ് വിജയിക്കേണ്ടിയിരുന്നത്, അതുകൊണ്ട് അനീഷിന് ഇത് കിട്ടിയത് ഭയങ്കര സന്തോഷമേ ഉള്ളൂ, അനീഷാണ് എന്ന് ആ ഒരു തരത്തിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് പറയുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള മത്സരാർത്ഥികൾ പോലും ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യമാണ് അനുമോൾ ആ കപ്പിന് അർഹയല്ല, PR-ന്റെ പിൻബലത്തിൽ മാത്രം അനുമോൾ കപ്പടിച്ചതാണ് എന്ന്. എന്തിന് പുറത്തിറങ്ങിയിട്ടുള്ള ഒരുപാട് പേര് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഷാനവാസ് തന്നെ ഒരു വീഡിയോയില് വേറെ മറ്റൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അവിടെ ഒരു ഒറ്റ വാചകം പറഞ്ഞു, നമ്മൾ ഈ 3rd പൊസിഷനിൽ എത്തിയത് PR-ന്റെ പിൻബലത്തിലല്ല എന്ന് നമുക്ക് അഭിമാനിക്കാമെന്ന്. അപ്പോൾ അവിടെ അനുമോളെ കുറ്റപ്പെടുത്തിയില്ലെങ്കിൽ പോലും അതിൽ മറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അനുമോള് PR-ന്റെ പിൻബലത്തിലാണ് വിന്നറായത് എന്നൊരു ധ്വനിയാണ് അവിടെ മറഞ്ഞിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. അതിൽ ഞാൻ ഒരിക്കലും ഷാനവാസിനെ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല, എല്ലാവർക്കും ഉണ്ടായിരിക്കും നമുക്ക് കിട്ടാത്തതിലുള്ള ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടായിരിക്കും, അനുമോൾക്ക് PR ഉള്ളത് കൊണ്ട് കിട്ടി എന്ന് പറയുന്നതിന്റെ ഒരു ഇതുണ്ടായിരിക്കും. ഞാനൊക്കെ സത്യം പറയുകയാണെങ്കിൽ ആ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത പോലെ അനുവിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. എനിക്ക് ആദ്യം തൊട്ട് ഷാനവാസിന് അത്രയും ഇഷ്ടമുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു. ഷാനവാസ് ഇടയ്ക്കൊക്കെ വെച്ച് ഒരുപാട് വെറുപ്പിച്ചു സത്യം പറയുകയാണെങ്കിൽ. അവിടെ ചേട്ടൻ കളിക്കാൻ പോയിട്ടും വാപ്പ കളിക്കാൻ പോയിട്ടൊക്കെ ഒരുപാട് വെറുപ്പിച്ചു. അതുമാത്രമല്ല ലാസ്റ്റ് വന്ന സമയത്ത് അനുമോളെ കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് പുറത്തുനിന്ന് വന്ന് കയറിയ മത്സരാർത്ഥികളും അങ്ങനെയുള്ള പല വിഷയങ്ങൾ കൊണ്ടാണ് നമ്മൾ അനുമോളെ കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറച്ചു കാലം വരെ ഞാൻ ഷാനവാസിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോകളിലൂടെ. അങ്ങനെയാണെങ്കിൽ ഷാനവാസിന്റെ PR ആയിരുന്നു ഞാനെന്നും ഇക്കാര്യത്തിൽ പറയാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഷാനവാസെ എന്ന് എനിക്ക് പറയാൻ തോന്നിയതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എല്ലാവരും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഒരുപാട് പേരുടെ ഇന്റർവ്യൂവും കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മുടെ RJ ബിൻസിയുടെ ഒരു പുതിയ ഇന്റർവ്യൂല് കണ്ടൊരു കാര്യമുണ്ട് കേട്ടോ, ഒന്ന് കണ്ടു നോക്കണം. ബിൻസി RJ ബിൻസിയും ശൈത്യയും കൂടി റീ എൻട്രിക്ക് കയറിയത് കൊണ്ട് മാത്രമാണ് അനു ജയിച്ചതെന്നും കമന്റ്സ് വരുന്നുണ്ട്. അങ്ങനെയുണ്ട്, അത് കണ്ടിട്ടില്ലേ? കണ്ടായിരുന്നു? ഇല്ലായിരുന്നു? ഇല്ല, ഞാൻ കണ്ടില്ല. അങ്ങനെ കുട്ടി അറിഞ്ഞിട്ടില്ല കേട്ടോ. സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ പറയുന്നുണ്ട്, എന്തൊക്കെ അറിയുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ്. ബിഗ് ബോസ് വീട്ടിൽ നിന്ന് 2nd എൻട്രിക്ക് പോയതിനു ശേഷം പുറത്തിറങ്ങിയതിനു ശേഷം എന്തവിടെ നടന്നു എന്ന് ബിൻസി ഇതുവരെ അറിഞ്ഞിട്ടില്ല. പക്ഷെ ബിൻസിന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ആ ചമ്മിയ മുഖം ഉണ്ടല്ലോ, ആ ചമ്മിയ ചിരി, അത് കണ്ടാൽ തന്നെ അറിയാം ബിൻസി ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം. അതായത് നിങ്ങൾ റീ എൻട്രിയിൽ കയറിയിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഫീലിങ്സ് ആണ് പറയുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫാമിലി ഓഡിയൻസ് ഇത് കാണുമ്പോഴത്തേക്ക് ഒരാളെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ഒരാളെ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് അവർ പക്ഷെ ആ ഒരു വിക്ടിം ആകുന്ന ആളെ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഫിനാലയിൽ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് വോട്ട് കയറിയത്. റീ എൻട്രീസ് വന്നതുകൊണ്ടാണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കമന്റ്സ് ആയിരുന്നു അത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം അനു എന്ന് പറയുന്ന വ്യക്തി ഈ ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കാൻ കയറിയപ്പോ തന്നെ ഈ വിനു എന്ന് പറയുന്ന PR ഇട്ട സ്റ്റോറിയാണ് കപ്പ് ഞങ്ങൾ തൂക്കും. ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു, വിനു ഇട്ടിട്ടുണ്ടായിരുന്നു. 2nd എൻട്രിയിൽ അവിടേക്ക് ചെന്നതിന് ശേഷം നിങ്ങൾ കാരണമാണ്, ശൈത്യയും RJ ബിൻസിയും ഒക്കെ കാരണമാണ് അനുമോള് ജയിച്ചത് എന്ന് പുറത്തൊരു സംസാരമുണ്ട്. അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാണ് RJ ബിൻസി പറയുന്നത് ഒരിക്കലുമല്ല, വിനു ഓൾറെഡി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് വീട്ടിലേക്ക് അനു കയറിയതിന് ശേഷം കപ്പ് ഞങ്ങൾ തൂക്കുമെന്ന് വിനു ഓൾറെഡി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന്. അത് ശൈത്യ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, ശൈത്യയുടെ കയ്യിൽ അതുണ്ടെന്ന്. അനുമോൾക്കെതിരെ എന്തൊക്കെ ആയുധങ്ങൾ ഉണ്ടാക്കാം എന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ് ണല്ലോ ശൈത്യ. അപ്പോ അതിനു വേണ്ടിയിട്ട് കുറെ ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. നടക്കട്ടെ. പിന്നെ എന്റെ മോളെ എത്രയൊക്കെ അലക്കി വെളുപ്പിക്കാൻ ശ്രമിച്ചാലും അത് നടക്കത്തില്ല എന്നാണ് എനിക്ക് ബിൻസിയുടെ അടുത്ത് പറയാനുള്ളത്. തീർച്ചയായും നിങ്ങൾ 2nd എൻട്രിയുടെ സമയത്ത് അവിടെ ചെന്നിട്ട് നിങ്ങൾ കാണിച്ചു കൂട്ടിയ ഒരു ഒറ്റ കാരണം കൊണ്ട് അവിടെ അനുമോൾക്ക് കിട്ടിയ വോട്ടുകൾ എന്ന് പറയുന്നത് അത്രയും വോട്ടുകളാണ്. ഒരുപാട് പേര് നിഷ്പക്ഷരായി നിൽക്കുന്ന അതായത് മത്സരാർത്ഥികളുടെ ഇടയിൽ പ്രത്യേക ഇഷ്ടം തോന്നാതെ നിഷ്പക്ഷരായി നിൽക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അവരുടെ എല്ലാം വോട്ടുകൾ വീണത് അനുമോൾക്കാണ്. കാരണം അവിടെ ഒരു സഹതാപം തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു സഹതാപ തരംഗം, അതുപോലെ അനുമോളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ അവിടെ വരുന്ന സമയത്ത്, ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ വന്ന സമയത്ത് അവിടെ ഇനി അനുമോള് തന്നെ ജയിക്കട്ടെ, ഇവർക്ക് ഇത്രയൊക്കെ അനുമോളുടെ അടുത്ത് വെറുപ്പ് ദേഷ്യം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി അനുമോള് തന്നെ ജയിക്കട്ടെ, വേറെ ആരും കപ്പെടുക്കണ്ട, അനുമോള് കപ്പെടുക്കുന്നത് നിങ്ങളൊന്ന് നിർവൃതി അടയേ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഒരുപാട് പ്രേക്ഷകരാണ് വോട്ട് ചെയ്തത്. എന്തിന് ഞാൻ തന്നെ അങ്ങനെയാണ് അനുവിനെ വോട്ട് ചെയ്തത്. അതുവരെ സത്യം പറയണെങ്കിൽ ഞാനും വോട്ട് ചെയ്തിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിവ്യൂ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നി ആർക്കും വോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.
അറിയില്ല, കാണുന്ന പ്രേക്ഷകർ തീരുമാനിക്കട്ടെ എന്നുള്ളൊരു ലെവലിൽ തന്നെയായിരുന്നു. ഞാൻ പറയുകയാണെങ്കിൽ ഇവര് വന്ന് ആ ലാസ്റ്റ് വീക്ക് ആ ഫസ്റ്റ് 2 days അപ്പോഴും ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. ലാസ്റ്റ് 3 days ആണ് ഞാൻ വോട്ട് ചെയ്തത്. അതും എൻ്റെ വീട്ടിലുള്ള മറ്റു ഫോണിൽ നിന്നും ഒക്കെ വട കൂടിയിട്ട് ഞാൻ കുറച്ചൊരു വോട്ട് കൊടുത്തു. അത്രയും ഞാൻ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇവരോടുള്ള വാശിയും ദേഷ്യവും കൊണ്ടാണ്. അപ്പോൾ എന്നെ പോലെ തന്നെയാണ് ഓരോരുത്തരും ചിന്തിച്ചിട്ടുള്ളതെന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഒരുപാട് പേര് ചിന്തിച്ചിട്ടുണ്ട് മോള്, നിങ്ങൾ ഒരൊറ്റ ആൾക്കാർ കാരണം തന്നെയാണ് അനുമോള് വിജയായത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ആ കപ്പ് കൊണ്ടുപോകേണ്ടത് അനീഷോ ഷാനവാസോ ഒക്കെ ആയേനെ. അനീഷിനെ പിന്നെ കൂടുതൽ നമ്മുടെ തൊപ്പിയൊക്കെ വന്ന് പറഞ്ഞതുകൊണ്ട് അനീഷിന് കുറേ വോട്ടുകൾ വീണിട്ടുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ ഷാനവാസ് മുന്നേ വന്നേനെ, ഒക്കെ സംഭവിക്കുമായിരുന്നു. ഈ 3 പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് മാറ്റങ്ങൾ വേണമെങ്കിൽ വരുമായിരുന്നു. പക്ഷേ നിങ്ങൾ അവിടെ വന്ന് കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾ, കോപ്രായങ്ങൾ കാരണം തന്നെയാണ് അനുമോൾ ജയിച്ചത്. ആ ശൈത്യയും നീയും തന്നെയാണ് അതിന് ഉത്തരവാദികൾ എന്നുള്ളതിൽ സംശയമില്ല. പിന്നെ നമ്മുടെ ഏറ്റവും പൂമ്പാറ്റകളായി പേര് കേട്ട നമ്മുടെ മറ്റു 2 ഉണ്ടല്ലോ, ആ 2 പേര്. ആ 2 പേരുടെ പേര് പറഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. നൂറയുടെ 26th ബർത്ത്ഡേ ആയിരുന്നു, എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ അനുമോള്, ലക്ഷ്മി ഇവരൊന്നും വന്നിരുന്നില്ല. അങ്ങനെ കുറച്ച് പേര് വന്നിരുന്നില്ല, ബാക്കി എല്ലാവരും ബർത്ത്ഡേ സെലിബ്രേഷനിൽ എത്തിയിരുന്നു. അപ്പോൾ അനുമോള് വരാത്തത് എന്ത് എന്നൊരു ചോദ്യമൊക്കെ അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു പലരും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഫംഗ്ഷനിലേക്ക് അനുമോൾ എന്തിനെ എനിക്ക് അത്ര ചോദിക്കാനുള്ളൂ. എന്തിനെ ഈ ഒരു ഫംഗ്ഷനിലേക്ക് അനുമോൾ എന്തിനെ എന്നാണ് എനിക്ക് ചോദിക്കാനായിട്ട് തോന്നുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ അനുമോളെ ഇത്രയധികം ടോർച്ചർ ചെയ്ത്, അതുപോലെ പുറത്തു നിന്നും അകത്തു നിന്നും ടോർച്ചർ ചെയ്ത ആൾക്കാരാണ് ഈ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ അവിടെ വന്നിട്ടുള്ളത്. അതായത് മുൻ സീസണിലെ മത്സരാർത്ഥികൾ, ഈ സീസണിലെ മത്സരാർത്ഥികൾ ഒക്കെ വന്നിട്ടുണ്ട് ആ ബർത്ത്ഡേ ഫംഗ്ഷനിൽ. അവിടെ വന്നിട്ടുള്ളവർ മുഴുവൻ പുറത്തുനിന്ന് അനുമോൾ അതുപോലെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അകത്തു നിന്ന് അറ്റാക്ക് ചെയ്ത മത്സരാർത്ഥികൾ. ഇവരുടെ ഇടയിലേക്ക് ഞാൻ വിന്നറാണ് എന്നുള്ള ഒരു അർത്ഥത്തിൽ അനുമോൾക്ക് കയറി വരാൻ സാധിക്കും. ഇനിയിപ്പോ വന്നാൽ തന്നെ നിങ്ങളത് എത്രത്തോളം നിങ്ങളത് ഉൾക്കൊള്ളും? പുച്ഛിക്കുന്ന നിങ്ങളോ? അതായത് അനുമോൾക്ക് കപ്പിന് അർഹതയില്ലാന്ന് വീണ്ടും 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 വീഡിയോകളിലൂടെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുന്നിലേക്ക് അനുമോൾ കയറി വരണം എന്നാണോ നിങ്ങൾ പറയുന്നത്? അതുപോലെ അനുമോളെ ഇത്രയും അറ്റാക്ക് ചെയ്ത ആദിലയും നൂറയും അതുപോലെ അറ്റാക്ക് ചെയ്ത് നുണകൾ പറഞ്ഞ് പരത്തി ഇതുപോലെ കഷ്ടപ്പെടുത്തിയ അവരുടെ മുന്നിലേക്ക് വീണ്ടും അനുമോള് ആ ഒരു സിറ്റുവേഷനിൽ കയറി വരുന്നതിനോട് എനിക്ക് യോജിപ്പ് തോന്നിയില്ല. ഇനി അവർ തമ്മിൽ സംസാരിച്ച് കോംപ്രമൈസ് ചെയ്ത് പിന്നീട് അവർ ഒന്നിക്കുന്നുണ്ടെങ്കിൽ ഒന്നിക്കട്ടെ. എനിക്ക് അതിനോട് വലിയ താല്പര്യക്കേടോ ഒന്നുമില്ല, അതൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ്. പക്ഷെ ആ ഒരു ഫംഗ്ഷനിലേക്ക് അനുമോൾ വരുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പ് തോന്നിയില്ല. എനിക്ക് ഇത്രേ ചോദിക്കാനുള്ളൂ, ആ ഫംഗ്ഷനിലേക്ക് എന്തിന് അനുമോൾ വരണം എന്ന് എനിക്ക് ചോദിക്കാനായിട്ട് തോന്നിയുള്ളൂ. അവിടെ കുറെ പേര് അയ്യോ അനുമോളെ വിളിച്ചില്ലേ, ലക്ഷ്മിനെ വിളിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ലക്ഷ്മിക്കും അവിടെ വരാനായിട്ട് വോയിസ് ഇല്ല, കാരണം അവളെ വീട്ടിലേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞ ലക്ഷ്മിക്ക് പിന്നെ ഇവരുടെ ഫംഗ്ഷൻ വിളിക്കുന്ന സമയത്ത് ലക്ഷ്മിക്ക് ഒരിക്കലും കയറി വരാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെയാണ് അനുമോളെ അതുപോലെ ഉപദ്രവിച്ച ആൾക്കാരുടെ ഇടയിലേക്ക് അനുമോള് കയറി വരുന്നതിനോട് എന്തോ എനിക്ക് താല്പര്യം തോന്നിയില്ല. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം അനുമോൾ വരാത്തത്. പിന്നെ അവർ കാരണമൊക്കെ പറയുന്നുണ്ട്, അനുമോൾക്ക് ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അനുമോൾ ഭയങ്കര ബിസിയാണ്, തിരക്കാണ്, അതുകൊണ്ടായിരിക്കാം എന്ന് റീസൺ പറയുന്നുണ്ട്. തീർച്ചയായും അനുമോൾ ഭയങ്കര ബിസിയാണ്. ഒരു ദിവസം തന്നെ 3-4 ഒക്കെ ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അനുമോൾ ബിസി തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം അനുമോള് വരാതിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എന്തിന് വരണം എന്നൊരു ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. പിന്നെ നമ്മുടെ ജിസേലിന്റെയും ആര്യന്റെയും ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ചെറിയൊരു ഇത് കണ്ടോട്ടോ, ഞാൻ മുഴുവൻ കണ്ടില്ലേ. അതില് നമ്മുടെ ജിസേല് പറയുന്നുണ്ട്, PR ഉണ്ട്, അനുമോൾ ഇത്രയും ലക്ഷം കൊടുത്ത് ഇത്രയും കാശ് കൊടുത്ത് അനുമോൾക്ക് PRനെ വെക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കഴിയട്ടെ, അത് നമുക്കിപ്പോ തെറ്റൊന്നും പറയാൻ കഴിയില്ലല്ലോ എന്നുള്ള കാര്യത്തിൽ. അതായത് അനുമോളെ കുറ്റം പറഞ്ഞൂല്ല, അന്ന് PRന്റെ പിൻബലമാണ് എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്ന അവിടെ ഇവിടെയും തൊടാതെയുള്ള ഡയലോഗ് ഉണ്ടല്ലോ. അപ്പൊ എന്താണ് പറയുന്ന പറച്ചില്ല, ഞാൻ അനുമോളെ കുറ്റം പറഞ്ഞില്ലല്ലോ, PR തന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ള പറയുകയും ചെയ്യാം, എന്നാൽ ഒന്ന് കുത്തുകയും ചെയ്യാം എന്നുള്ള തരത്തിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. സാരല്ല, ഈ പൊട്ടത്തരം മുഴുവൻ ചെയ്തു വെച്ചത് അനുവാണല്ലോ. PR എന്ന് സ്വയം പറഞ്ഞ് ബിഗ് ബോസ് വീടിനുള്ളിൽ നടന്നതുകൊണ്ടാണല്ലോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പൊ അത് പോട്ടെ എന്ന് വിചാരിക്കാം. പിന്നെ നമ്മുടെ ജിസേൽ പറഞ്ഞൊരു കാര്യം ഉണ്ട് കേട്ടോ, അനീഷും അനുമോളും കല്യാണം കഴിക്കണം എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് അനീഷിനെ ഭയങ്കര ഇഷ്ടമാണ്, നല്ല മനുഷ്യനാണ്. അപ്പൊ അവര് രണ്ടുപേരും ഒന്നിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ജിസേലിന്റെ അടുത്ത് അക്കാര്യത്തിൽ ചോദിക്കാൻ തോന്നിയൊരു കാര്യം ഉണ്ട് കേട്ടോ. അതെന്റെ അനുമോളായിട്ട് അതായത് ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ജിസേലായിട്ട് ഒന്നിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് എനിക്ക് ജിസേലിന്റെ അടുത്ത് ചോദിക്കാൻ തോന്നി. ഇപ്പൊ ലാസ്റ്റ് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ജിസേൽ പറയുന്നുണ്ടായിരുന്നു, എനിക്കൊരു സഹോദരി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കെട്ടിച്ചേനെന്ന്. അപ്പൊ ജിസേലിന് എന്താണ് കെട്ടാനായിട്ട് ബുദ്ധിമുട്ട് എന്നാണ് എനിക്ക് ചോദിക്കാനായിട്ട് തോന്നിയൊരു കാര്യം. കാരണം അനീഷ് അവിടെ
പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആദ്യം ക്രഷ് തോന്നിയത് ജിസേലിന്റെ അടുത്താണ്, പിന്നെയാണ് അനുമോളുടെ കാര്യം പറഞ്ഞത്. അപ്പൊ ജിസേലിന്റെ അടുത്ത് അനീഷിനെ ക്രഷ് ഉണ്ടായിരുന്നു. അങ്ങനെ അത്രയും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇത്രയും നല്ല മനുഷ്യനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ജിസേലെ എന്തിന് മറ്റുള്ളവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ നോക്കണം? ഇഷ്ടമില്ലാത്ത രണ്ടുപേരെ ഒന്നിപ്പിക്കാൻ നോക്കണം. അവിടെ ഈ പറയുന്ന അനീഷിനെയും ജിസേലിന്റെ അടുത്തൊരു ക്രഷ് ഉണ്ടായിരുന്നു, ജിസേലിനെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾക്ക് തമ്മിൽ ഒന്നിച്ചൂടെ? എന്തിനാ അവരെ ഒന്നിപ്പിക്കാൻ നോക്കുന്നത് എന്ന് എനിക്ക് ചോദിക്കാനായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ചുമ്മാ ചോദിച്ചതാണ്. അവിടെ വേറെ ആരെന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ചുമ്മാ ഒന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ലക്ഷ്മിയുടെ അടുത്ത് ഇന്നിപ്പോ അനീഷിന് 10 ലാഖ് കിട്ടിയ സമയത്ത് ലക്ഷ്മിയൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, PR-ന്റെ പിൻബലത്തിലാണ് അനു കപ്പെടുത്തതെന്ന് എല്ലാവരും പറയുന്നുണ്ട്, അതിനോട് ലക്ഷ്മിക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മി പറഞ്ഞൊരു കാര്യം ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. ലക്ഷ്മി പറഞ്ഞത് ഇത്രയാണ്: ബിഗ് ബോസ് വീടിനുള്ളിൽ അവൾ ഒറ്റപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടി നിലകൊള്ളാനായിട്ട് അല്ലെങ്കിൽ സംസാരിക്കാനായിട്ട് ഒരാൾ ആവശ്യമുണ്ടെന്ന് തോന്നിയ സമയത്താണ് ഞാൻ അവളുടെ കൂടെ നിന്നത്. ഇപ്പോൾ പുറത്തിറങ്ങി ഇനി അവൾക്ക് എന്ത് സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കാം, പറയാം, ഒക്കെ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇതിനുള്ള ഉത്തരം പറയേണ്ടത് അനുമോളാണ് എന്ന് ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു. സത്യം, അതിനുള്ള ഉത്തരം പറയേണ്ടത് അനുമോൾ തന്നെയാണ്. PR-ന്റെ കാര്യമാണെങ്കിലും എന്ത് ഇതാണെങ്കിലും അതിനുള്ള ഉത്തരം. അല്ലാതെ ഇനി അനുമോൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ വന്ന് സംസാരിക്കേണ്ട ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി സംസാരിക്കേണ്ടത് അനുവിന് വേണ്ടി അനു തന്നെയാണ്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ PR കൊണ്ട് അനുമോൾക്ക് ഉണ്ടായിട്ടുള്ള ഗുണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. ദോഷം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനായിട്ട് പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾക്ക് ഈ PR എന്ന് പറയുന്ന ഈ വിനു എന്നാണല്ലോ പറയുന്നത് പയ്യൻ, എന്തായാലും ആ കക്ഷി കൊണ്ട് അനുമോൾക്ക് ഉണ്ടായിട്ടുള്ളത് ഗുണത്തെക്കാളേറെ ദോഷമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ പറയുന്ന പോലെ അനുമോൾക്ക് ഈ PR മൂലം ഒരു ഗുണമുള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. ഉണ്ടായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ കണ്ണിൽ നോക്കുന്ന സമയത്ത് അനുമോൾക്ക് PR കൊണ്ട് ഉണ്ടായത് ഏറ്റവും കൂടുതൽ ദോഷങ്ങളാണ് ബിഗ് ബോസ് വീടിനുള്ളിലും പുറത്തും. എല്ലാവരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് PR കാരണം അനുമോള് വിജയിച്ചു എന്നുള്ളൊരു കാരണം. അതുപോലെ തന്നെ 16 ലക്ഷത്തിന് PR കൊടുത്ത് ഇത്രയും കാശുള്ള അനു എന്നും പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും കളിയാക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ അനുമോൾക്ക് PR കൊണ്ട് ദോഷങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തിനേറെ പറയുന്നത്, യൂട്യൂബേഴ്സ് വരെ ഈ PR-ന്റെ വിനുവിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി എന്നാണ് ഇപ്പൊ എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. സമ്മർ മീഡിയ 5 ലക്ഷം, രാജ് ടോക്സ് 3 ലക്ഷം, അതുൽ വ്ളോഗ്സ് 50,000. ഇനിയിപ്പോ ഞങ്ങളൊക്കെ കൂട്ടത്തിലുണ്ടോന്ന് അറിയില്ല, ചെറുകിട ചാനലുകളൊക്കെ പിന്നെ വാങ്ങിയത് വേറെ എന്നൊക്കെ പറഞ്ഞു നടക്കുന്നവർ ഒരുപാട് പേരുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരക്കുന്നുണ്ട്. എന്തായാലും സംഭവം കേൾക്കാൻ നല്ല രസമാണ്. പക്ഷേ ഈ കാശ് കൊണ്ടൊന്നും വേണ്ട യൂട്യൂബേഴ്സിനെ പിടിച്ചത്. സമ്മർ മീഡിയയ്ക്ക് 5 ലക്ഷം തന്നെ തുച്ഛം എമൗണ്ട് ആണ്. അവരെന്നിട്ട് പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് ഏതെങ്കിലും കാലത്ത് സമ്മർ മീഡിയ വാങ്ങിയതിന്റെ തെളിവും കൊണ്ട് വന്നു കഴിഞ്ഞാൽ സമ്മർ മീഡിയ ചാനല് അതോടുകൂടി തീർന്ന് വലിയൊരു ഇരിക്കുന്ന കൊമ്പ് വിട്ടു. ഇനി പോട്ടെ, പൊന്മട്ട ഇടുന്ന താറാവിന് വല്ലവരും കൊല്ലു. ആ ഒരു അവസ്ഥയാണ് നിങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഇപ്പൊ ഈ ബിഗ് ബോസ് സീസൺ 7 അവസാനിച്ചെങ്കിൽ പോലും ബിഗ് ബോസ് സീസൺ 7-ന്റെ മറ്റ് കണ്ടന്റുകൾ ഇത് പിന്നെ ഇതിന് ശേഷം ഇപ്പൊ ഓരോന്നും പറഞ്ഞ് ഇങ്ങനെ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിന് മറുപടി പറയേണ്ടി വരുന്നത് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് വേണ്ട എന്ന് നമ്മൾ വിചാരിച്ചാലും എന്തെങ്കിലും ഒന്ന് മറുപടി പറയാം എന്ന് തോന്നിപ്പോവും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. എനിക്കറിയാം അനീഷിന്റെ വിഷയം ഞാൻ സംസാരിച്ചതിൽ എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ എന്നെ ഇതിന്റെ പേരിൽ ഒരുപാട് പേര് തെറി വിളിക്കാനും ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞതൊരു പോയിന്റ് അല്ലേ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്.